വെൽക്കം ടു കെം സ്ക്വയർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോഷ്യോമെട്രിക് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോമാൽഡിഹൈഡ് ഈസ് മാനുഫാക്ചേർഡ് ഫ്രം മെത്തനോൾ ഇൻ എ കറ്റാലിറ്റിക് റിയാക്ടർ. ഒരു കറ്റാലിറ്റിക് റിയാക്ടറിൽ വെച്ചിട്ട് നമ്മൾ മെത്തനോളിൽ നിന്ന് ഫോമാൽഡിഹൈഡ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ദ പ്രൊഡക്ഷൻ റേറ്റ് ഓഫ് ഫോമാൽഡിഹൈഡ് ഈസ് 1000 kg/h. പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 1000 kg/h ആണ്. ഇഫ് ദ കൺവേർഷൻ ഓഫ് മെത്തനോൾ ഈസ് 65%, എസ്റ്റിമേറ്റ് ദ റിക്വയർഡ് ഫീഡ് റേറ്റ് ഓഫ് മെത്തനോൾ. അതായത് മെത്തനോൾ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഫീഡിൻ്റെ 65% മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ. എന്നിട്ടാണ് 1000 kg/h ഫോമാൽഡിഹൈഡ് ഉണ്ടാവുന്നത്. ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് അറിയേണ്ട ഒരു കാര്യം, ഈ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് അറിയണം. അങ്ങനെ സ്റ്റോഷ്യോമെട്രിക് ഇക്വേഷൻ എഴുതിയതിന് ശേഷം നമുക്കൊരു ഐഡിയ കിട്ടും. ആ ഐഡിയയിൽ നിന്നാണ് നമ്മൾ ഈ പ്രോബ്ലം ഡെവലപ്പ് ചെയ്യുന്നത്, ഇതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അതായത് ഫോമാൽഡിഹൈഡ് ഉണ്ടാവുന്ന മെത്തനോളിൽ നിന്ന് ഫോമാൽഡിഹൈഡ് ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ പേരാണ് ഡീഹൈഡ്രോജനേഷൻ. ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നൊരു പ്രോസസ്സാണത്. നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് നോക്കാം. CH3OH, അതായത് മെത്തനോളിൽ നിന്ന് ഫോമാൽഡിഹൈഡ് ഉണ്ടാകുന്നു, പ്ലസ് H2 കൂടിയുണ്ട്. പക്ഷേ അത് ഈ ഒരു പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് H2ൻ്റെ കാര്യം പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് പറയാത്തത്. ഓക്കെ, CH3OH ഗിവ്സ് CHOH. ഇതിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടും. 1 മോൾ മെത്തനോൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മോൾ ഫോമാൽഡിഹൈഡ് ഉണ്ടാവും. ഇതാണ് ഇൻഫർമേഷൻ. വേണമെങ്കിൽ നമുക്ക് പറയാം 1 kmol മെത്തനോൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 kmol ഫോമാൽഡിഹൈഡ് ഉണ്ടാകാം. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 1000 കിലോഗ്രാമിലാണ്, kg/h ആണ്, കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ കിലോഗ്രാമിനെ നമുക്ക് കിലോമോളിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? മോളിക്കുലാർ വെയിറ്റ് അറിയണം. നമുക്ക് നോക്കാം. മോളിക്കുലാർ വെയിറ്റ്, മെത്തനോളിൻ്റെ മോളിക്കുലാർ വെയിറ്റ് 32 ആണ്. കാർബൺ 12, ഹൈഡ്രജൻ 1, ഓക്സിജൻ 16, അത് പ്രകാരം 32 ആണ്. ഫോമാൽഡിഹൈഡിൻ്റെത് 30 ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. കിലോഗ്രാമിലുള്ളതിനെ കിലോ മോളിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ആണ്. ഗിവൺ മാസ് എത്രയാണ്? 1000. മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 30. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും 33.33 kmol/h. ഇതാണ് 1000 kg/h കൺവേർട്ട് ചെയ്തപ്പോൾ 33.33 kmol/h കിട്ടി. ഇനി നമ്മുടെ സ്റ്റോഷ്യോമെട്രിക് ഇക്വേഷനിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. 1 മോൾ മെത്തനോൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മോൾ ഫോമാൽഡിഹൈഡ് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ 33.33 kmol ഫോമാൽഡിഹൈഡ് ഉണ്ടാവണമെങ്കിൽ 33.33 kmol/h മെത്തനോൾ റിയാക്ട് ചെയ്യണം. അതാണല്ലോ ഐഡിയ വരുന്നത്. മെത്തനോൾ റിയാക്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്? 33.33 kmol/h. ഓക്കെ, ഇനിയൊരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഫീഡിൻ്റെ 65% മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ കൊടുക്കുന്ന ഫീഡിൻ്റെ 65% മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫീഡിൻ്റെ 65% ആണ് ഈ 33.33 എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ കൊടുക്കുന്ന ഫീഡ് എന്ന് പറയുന്നത് X ആണ് വിചാരിക്കുക. Xൻ്റെ 65%, 65/100 ആണ് 33.33. ഓക്കെ, അങ്ങനെയെങ്കിൽ X × 0.65 എന്ന് പറയുന്നതായിരിക്കും. 65 എന്ന് പറയുന്നത് 33.33 ആയിരിക്കും. അങ്ങനെയെങ്കിൽ X എന്തായിരിക്കും? X എന്ന് പറയുന്നത് 33.33 ഡിവൈഡഡ് ബൈ 0.65. ഓക്കെ, നമുക്കിവിടെ നോക്കാം. മെത്തനോളിൻ ഫീഡിലുള്ള മെത്തനോൾ എന്ന് പറയുന്നത് 33.33 ഡിവൈഡ് ബൈ 0.65, 51.28. ഇത്രയും ഫീഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 51.28 kmol/h ഫീഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് കിലോഗ്രാമിലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെയും കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. കിലോഗ്രാമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മോളിക്കുലാർ മാസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത്
മെത്തനോൾ ഇൻ ഫീഡ് എന്ന് പറഞ്ഞാൽ 51.28 ഇൻറ്റു മെത്തനോളിൻ്റെ മോളിക്കുലാർ മാസ് 32 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1641 കിലോഗ്രാം പെർ ഹവർ. അതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫീഡ് എന്ന് പറയുന്നത് 1641 കിലോഗ്രാം പെർ ഹവർ ആണ്. അതിൻ്റെ 65% ആണ് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് 1000 കിലോഗ്രാം പെർ ഹവർ ഫോമാൽഡിഹൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.